പ്രിയപ്പെട്ടവരെ, മലർവാടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു 10-30 കളറിൽ ബനാറസി മെറ്റീരിയലിൽ 900 പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു 30ഓളം പ്രിന്റ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിങ്ങനെ കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാലേ, ഒരുപാട് പ്രിന്റ് ഒരു സെയിം എല്ലാവരുടെ അടുത്തും എത്താതെ ഡിഫറെന്റ് ആയിട്ട് പല ആളുകൾ ഉപയോഗിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇത് ഇറക്കാൻ കാരണം. പിന്നെ രണ്ടാമത്തെ ഒരു കേസ് പറയാന്നുള്ളത്, നിങ്ങൾ ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചാലേ, ഇത് കമന്റിൽ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇത് സ്റ്റോക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ. കാരണം അത് നോക്കിയതിന് ശേഷം പിന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്താണ്ട് വിട്ടാൽ മതി കേട്ടോ. കാരണം അത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവാൻ ചാൻസ് ഉള്ള ഒരു മുതലാണ്. അപ്പൊ എന്ത് ചെയ്യണം, നിങ്ങളിത് വീഡിയോ കണ്ട് തുടങ്ങുന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ താഴെ സ്റ്റോക്ക് ഉണ്ടോ അല്ലെ നമ്മൾ പിൻ ചെയ്ത് വെക്കുക കമന്റിൽ യൂട്യൂബിൽ. അപ്പൊ നിങ്ങൾ അതൊന്ന് നോക്കിയാൽ മതി കേട്ടോ. പിന്നെ വേറൊരു കാര്യമുള്ള എന്താണെന്ന് വെച്ചാലേ, ഇത് സ്റ്റോക്ക് ഉണ്ടോന്ന് ചോദിച്ചാൽ നമ്മൾ ഉണ്ട് എന്ന് പറഞ്ഞാല് സ്പോട്ടിൽ പേയ്മെന്റ് ചെയ്യാൻ കേട്ടോ. ആവശ്യമില്ലോല്, ആവശ്യമില്ലാത്തോലും ഒക്കെ നിങ്ങൾ ചോദിച്ചോളൂ, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ നേരെ മറിച്ചിട്ട് ആവശ്യക്കാർ സ്പോട്ടിൽ പേയ്മെന്റ് ചെയ്യാൻ റെഡി ഉള്ളവര് ചോദിക്കട്ടോ. കാരണം ഇതൊക്കെ 1-2 പീസേ ഉള്ളൂ, അത് പോയാൽ പോയത് തന്നെയാണ്. പിന്നെ ഇത് റിട്ടേണും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ബനാറസി ആണ്, കയ്യിനൊക്കെ വർക്ക് ഉണ്ടാവും, 3XL 4XL വരെ അടിക്കാണ്ടാവും. ഒരുപാട് കളർ ഉണ്ട്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള സംസാരം നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് സംസാരിക്കാം. ഒരുപാട് ഇത് ഓപ്പൺ ചെയ്യാണ്ട്, നിങ്ങൾ ജസ്റ്റ് കണ്ടോൾ ഇട്ടോ. അടിപൊളി മെറ്റീരിയൽ ആണ്, സൂപ്പർ കളക്ഷൻസ് ആണ്, ഒരു നഷ്ടം വരില്ല. ഇതൊക്കെ ഓപ്പൺ ചെയ്ത് കാണിക്കുക എന്നുള്ളൊരു ടാസ്ക് ആണ്. പക്ഷെ ഇതെല്ലാം സെപ്പറേറ്റ് പ്രിന്റ് ആയതുകൊണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാതിരിക്കാനും പറ്റൂല കേട്ടോ. ഫസ്റ്റത്തെ ഒരു മെറൂൺ ഷെയ്ഡ് അല്ലേ, ഇത് ഫസ്റ്റ് നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാ 900 ആണ് റേഞ്ച് വരുന്നത് കേട്ടോ. ഒരു പാർട്ടി വെയർ ലുക്ക് കാലം. പിന്നെ അത് മാത്രമോ, ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാലേ, ഇതിന്റെ കയ്യിനും കൂടി വർക്ക് വരുന്നുണ്ടാവും. ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോ ടോപ്പല്ലേ, ടോപ്പിന്റെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് കയ്യിന്റെ ഭാഗമാണ്. കയ്യിന്റെ ഭാഗത്തിന്റെ വർക്ക് നോക്കുകയാണി. ഇതൊക്കെ എന്താണ് വർക്ക് എന്ന് വെച്ചാൽ, ഇത് ചെറിയ ത്രെഡ് തന്നെ കേട്ടോ. നോക്കുകയാണി, നൂലിൽ തന്നെ വരുന്നത് അല്ലേ, പ്രിന്റ് ഒന്നും അല്ല. ഇതൊക്കെ അങ്ങനെ തന്നെ കേട്ടോ അല്ലേ. ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താണി. ഇതൊക്കെ നൂലിൽ വരുന്ന കേട്ടോ. വർക്ക് നോക്കുകയാണി, നല്ല ബീഡ്സും കാര്യങ്ങളും വെച്ചിട്ട് സൂപ്പർ. ഇനി താഴെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിലും വർക്ക് ഉണ്ട് കേട്ടോ. താഴെ ഭാഗത്തും തന്നെ വർക്ക് ഉണ്ട്. താഴെ ഭാഗമാണ്, നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ കൈ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് ഇത്. ഇനി ബാക്കിയൊക്കെ ഇതേമാതിരി കയ്യിന് വർക്ക് ഉണ്ടാവും കേട്ടോ. നമ്മൾ ലൈനിങ് ഉണ്ടാവില്ല, പാന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. പാന്റ് ഫസ്റ്റത്തെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. പിന്നെ നമുക്കേ പെട്ടെന്ന് ഓപ്പൺ ചെയ്തിട്ട് പോവാം. ഇതാണ് ഫസ്റ്റത്തെ. ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ അല്ലേ, അതങ്ങനെ മടങ്ങി. എന്റെ ഷാള് കണ്ടോളിട്ടോ. പിന്നെ ബാക്കിയൊക്കെ നമുക്കേ അതേമാതിരി പറഞ്ഞു പോവാം. മറ്റേന്താന്ന് വെച്ചാൽ സമയം കിട്ടൂല. ഓക്കെ, ഫസ്റ്റ് ഇത് 900 കേട്ടോ. എല്ലാത്തിനും സെയിം പ്രൈസ് ആണ്, 900 ആണ്. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 5 വിന്നർമാരാണ് അനൗൺസ് ചെയ്തില്ലേ. 3 ആള് നമ്മൾ കോൺടാക്ട് ചെയ്തിരുന്നു. ഒരാൾക്ക് നമ്മൾ ഗിഫ്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി 2 ആള് കോൺടാക്ട് ചെയ്ത് ഇന്നയാണ്. അതായത് ഈ 27 ലാസ്റ്റ് വരുന്ന നമ്പറിലാണ് കോൺടാക്ട് ചെയ്തിരുന്നത്. അവർ അഡ്രസ്സ് ഇട്ട് തന്നിരുന്നു. പക്ഷെ എന്റെ കയ്യിൽ നിന്ന് ഞാനത് ഡ്രാഫ്റ്റ് ചെയ്യാൻ ഞാൻ വിട്ടുപോയി. അപ്പൊ 2 ആളിന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. 2 ആൾക്കും ഞാൻ അയച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പൊ ലാസ്റ്റ് എന്നെ കോൺടാക്ട് ചെയ്ത് 2-3 ദിവസത്തിനുള്ളിൽ എന്നെ കോൺടാക്ട് ചെയ്ത 2 ആളും നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നുകൂടി കോൺടാക്ട് ചെയ്യണം. എന്റെ പറ്റിയൊരു മിസ്റ്റേക്ക് ആണ്. നിങ്ങൾ അഡ്രസ്സ് തന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാനത് ഡ്രാഫ്റ്റിൽ ഇട്ടപ്പോ അത് വിടാൻ മറന്നുപോയി. അപ്പൊ വീണ്ടും ഒന്ന് കോൺടാക്ട് ചെയ്യണേ, മടിയൊന്നും വിചാരിക്കരുത്. ഓക്കെ, അപ്പൊ രണ്ടാമത്തത് യെല്ലോ. അടിപൊളി പാർട്ടി വെയർ ആട്ടോ, ഒരു രക്ഷയില്ലാത്ത സൂപ്പർ കളറുകൾ. പാന്റ് അതിന്റെ വർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് പോയിക്കോളിട്ടോ. നമുക്ക് സമയം കുറച്ച്, ഇത് 26 കാണിച്ചു വരുമ്പോഴത്തേ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കേസാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. എന്താണ്, നിങ്ങൾ കമന്റിൽ പോയിട്ട് നോക്കണം കേട്ടോ, എത്ര പീസ് ബാക്കി ഉണ്ട് എന്നുള്ളത്. ആ പീസിന്റെ മടക്കി വെച്ച പിക്ക് കാരണം ചിലപ്പോൾ നിങ്ങൾ പിക്ക് ചോദിക്കുമ്പോൾ ഇട്ടുതരാം. നമുക്ക് ഇത് ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും ഓപ്പൺ ചെയ്തിട്ട് നമ്മളിത് കാണിക്കൂല. അപ്പൊ നിങ്ങൾ ഇതിന് കണ്ടോളുണ്ട് കേട്ടോ. എന്റെ ഷാളിന്റെ വലിപ്പം നോക്കുകയാണെങ്കിൽ ഷാൾ കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ടോപ്പ് അടിക്കാൻ പറ്റും. അമ്മാരുത മുതലുകളാണ്. കുറേ ഉണ്ട് കേട്ടോ. മാക്സിമം പെട്ടെന്ന് പോവാണ്. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് പ്രിന്റുകളൊക്കെ ഒന്ന് കണ്ടോളൂ. ഇനി രണ്ടാമത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കണ്ടോളൂ കേട്ടോ. നമ്മള് വിഷയം എന്താന്ന് വെച്ചാലേ, ഇത്രയും കാണിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കരുത് എന്നാണ്. നിങ്ങളെ കമന്റ് നമുക്കറിയാം, നിങ്ങൾ ബോറടിക്കണമെന്നില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും നിങ്ങളെ സമയം വിലപ്പെട്ടതാണല്ലോ. ഓക്കെ, ഇതട്ടോ ഒരു പാർട്ടിക്കൊക്കെ അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതൊക്കെ ചിലപ്പോൾ ഓരോന്ന് 2 പീസൊക്കെ ഉണ്ടാകുക, ചിലപ്പോൾ 3-4 പീസൊക്കെ ഉണ്ടാവും ചിലത്. അതുകൊണ്ടാണ്. എന്താ ലുക്കില്ലേ,
കാണുമ്പോ തന്നെ ഒരു ഭംഗി നോക്കണി. ഇതാ മക്കളെ മലർവാടിയുടെ കളക്ഷൻസ് ആണ്. ഇതൊന്നും നിങ്ങൾക്ക് എവിടെയും കാണാൻ കിട്ടൂല. അതും ഈ ഒരു പ്രൈസിൽ ധൈര്യമായിട്ട് നമുക്ക് പറയാം കേട്ടോ. ബ്ലൂ വർക്ക് എല്ലാ ഭാഗത്തും ഇങ്ങനെ പെട്ടെന്ന് കാണിച്ചു കൊടുത്തോളൂ കേട്ടോ. കൈണമാരി ഏത് ഭാഗം വലിപ്പം നോക്കാന് സാരിന്റെ വലിപ്പമുണ്ട്. ഇന്ന് സാരിയാണോ അതുമല്ല. ഇതാ അടുത്തത്. ടാഗ് ഉണ്ടല്ലേ. ടാഗൊക്കെ ഒഴിവാക്കി തരാൻ പറയണം, അല്ലെങ്കിലേ സമയമല്ല ടാഗിന്റെ വെച്ചാൽ നടക്കാൻ. അതിന്റെ വെയിറ്റ് ഹെവി എന്ന് പറഞ്ഞ മക്കളെ, ഹെവി. കൊടുക്കണ പൈസക്കുള്ള മുതലുണ്ടാവും. പിന്നെ അറിയാത്തവരോടാണ് കേട്ടോ നിങ്ങൾ ബനാറസി എടുത്തിട്ട് ഇതാണ് മെറ്റീരിയൽ എന്നൊക്കെ ചോദിച്ചാണ്ട്, അങ്ങനത്തെ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചിട്ട് എടുക്കണേ. കാരണം നമുക്ക് ഇത് റിട്ടേൺ എടുക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ്. ഇതാകെ ഒരു പീസ് 2 പീസ് ഉണ്ടാവുള്ളൂ. ഇത് നിങ്ങൾക്ക് മാറ്റി ഒരുപാട് ആൾ ചിലപ്പോൾ ഇത് ഉണ്ടാവും. അപ്പോൾ ഓൽക്കൊന്നും കൊടുക്കാതെ നിങ്ങൾക്ക് തന്നിട്ട് കുറച്ച് തീറ്റിട്ട് ഞങ്ങൾക്ക് വേണ്ടട്ടോ എന്ന് പറഞ്ഞാൽ തിരിച്ചെടുക്കാനുള്ള ഓപ്ഷൻ നമ്മുടെ അടുത്തില്ല. അപ്പൊ നിങ്ങൾക്ക് മെറ്റീരിയലിനെ കുറിച്ച് അറിയില്ലെങ്കിൽ നിങ്ങൾ അറിയില്ലവരോട് ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ട് എടുത്താൽ മതിയേ. ഞാൻ ഇതിൻ്റെ ഇടയിൽ സംസാരത്തിന്റെ ഇടയിലേ ഞാൻ അതൊന്നും പറയുന്നില്ല കേട്ടോ. നിങ്ങളൊക്കെ നോക്കിക്കോളി, കളറുകൾ നോക്കിക്കോളി. ഇനി സംസാരിക്കാൻ വേറൊരു ഗ്യാപ്പ് വേണ്ടല്ലോ എഴുതിയിട്ട്, അതിന് വേറെ ടൈം എടുക്കണ്ടല്ലോ. പറയാനുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞു പോയാൽ. ഇതാ കാണില്ലേ, കാണുന്നുണ്ടല്ലോ അല്ലേ. ഇത് ബോറടിക്കണില്ല തോന്നുന്നുണ്ട് കേട്ടോ. ഒക്കെ സെപ്പറേറ്റ് ആണ്, ഒക്കെ പലതും എല്ലാം സെപ്പറേറ്റ് ആണ്. അതുകൊണ്ട് എല്ലാം ഇരുന്ന് കാണേണ്ടി വരും ഇപ്പൊ നിങ്ങള്. യെല്ലോ TTDC കൊറിയർ പോസ്റ്റ് വഴി 2 വഴിയുണ്ട് നമ്മൾ അയക്കുക. ഇന്ത്യയിൽ എവിടെ അയക്കുവേ. പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്, പുതിയ ആളുകളൊക്കെ നിങ്ങൾ നമ്മളവിടേക്ക് അയക്കോ ഇവിടേക്ക്. ഇന്ത്യയിൽ എവിടെയും നമ്മൾ അയച്ചു തരും. പോസ്റ്റ് വഴി അയക്കാൻ 80 രൂപയും TTDC കൊറിയർ 70 രൂപ കേട്ടോ. ഒളി മറയൊന്നുമില്ല. എന്തുണ്ടെങ്കിലും നമ്മൾ ഓപ്പൺ ആയിട്ട് പറയാല്ലേ. ഇതാ നെക്സ്റ്റ് ഒരു പിങ്ക് ഷെയ്ഡ് അല്ലേ, കണ്ടോളിട്ടോ. ഇത് ഇത്രയും മടക്കി വെക്കാന്നുള്ളത് തന്നെ ഞങ്ങൾക്ക് ടാസ്ക് ആണ്. പിന്നെ നിങ്ങൾക്ക് ഇത് മുഴുവൻ കണ്ടോട്ടെ എന്ന് എഴുതിയിട്ടാണ് നമ്മളിത് നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരുന്നത് കേട്ടോ. ക്യാമറമ്മ കൂടെയൊക്കെ ഷാളുകൾ ഒഴുകി നടക്കുന്നുണ്ട്. ഇതൊക്കെ ഏതാ കളറ്? വർക്ക് നോക്കി, പൊളി ഐറ്റംസ് കേട്ടോ. ഇതാ ചൂട് കാലക്കല്ലേ, അപ്പൊ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ നല്ല സുഖമായിക്കാറ് കേട്ടോ. എത്ര നേരം വിട്ട് നിൽക്കാൻ പറ്റും. ഹെവി ഷാളാണല്ലോ. വാവ് സൂപ്പർ. നെക്സ്റ്റ് ഇതാ ഒരു കിഡിലൻ ഓറഞ്ച്. നിങ്ങളിത് വേറെ നിങ്ങളുടെ കാര്യം പറയാനുള്ളത്, നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോഴേ 1 2 എണ്ണൊക്കെ സെലക്ട് ചെയ്തിട്ടോ. ഒന്നില്ലെങ്കിൽ അടുത്ത പിടിക്കാന്നുള്ള നിലക്ക് സെലക്ട് ചെയ്യണേ. ഒന്നുമ്പോ തന്നെ കൂടണ്ട. ചിലപ്പോ ആദ്യം ആരാണോ ക്യാഷ് ഇട്ട് തരുന്നേ അവരെ പേര് എഴുതിയിട്ട് നമ്മളിത് മാറ്റി വെക്കും കേട്ടോ. പൈസ അക്കൗണ്ടിൽ ആരാണോ ആദ്യം ഇടുന്നത് അവർക്കാണ് നമ്മൾ പ്രയോറിറ്റി അല്ല കേട്ടോ. നമ്മൾ അങ്ങനെയാണ് മാറ്റി വെക്കലാണ്. നിങ്ങളിതൊന്ന് മാറ്റി വെക്കി, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ആരും പോരുത്. അങ്ങനെ ആരും മെസ്സേജ് ചെയ്യരുത്. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ക്യാഷ് ഇടുക എന്നുള്ള രീതിയിൽ നിന്നാൽ മതി കേട്ടോ. പിന്നെ ടോപ്പിന്റെ ഫോട്ടോ എടുക്കണേ. ഷാള് മാത്രം എടുത്താൽ നമുക്കൊരു ഐഡിയ കിട്ടൂല കേട്ടോ. അതുകൊണ്ട് ടോപ്പിന്റെ സ്ക്രീൻഷോട്ട് അടിക്കണമല്ലേ, ടോപ്പിന്റെ സ്ക്രീൻഷോട്ട് നിർബന്ധമാണ് കേട്ടോ, മറക്കരുത്. ഇതാ പിസ്തയിൽ അടിപൊളി ഐറ്റംസ്, കിട്ടില്ല പിസ്ത. ഇതാ എന്താ ലുക്ക് നോക്കാണ് നിങ്ങള്. ഇതാ അടുത്ത ഇനി ഒരു ഓഫ് വൈറ്റ് കണ്ടോളി. ഓഫ് വൈറ്റ് 2 പീസേ ഉള്ളൂ അല്ലേ. ആദ്യം ആരാണോ ചോദിക്കണ ഓൽക്കാണ് കൊടുക്കുക. ഇതാ എന്താ ലുക്ക്, എന്താ ചൊറുക്ക്. ഓഫ് വൈറ്റ് വാവ്. ഇതൊക്കെ ആ ഓണത്തിന് ഇറങ്ങി ഈ മോഡലൊക്കെ ഇഷ്ടം പോലെ നമ്മൾ ഇറക്കിന്ന് കേട്ടോ. ടാഗ് ഉണ്ടോ? ഇത് മക്കളെ അടുത്ത എന്താ ചെറിയൊരു ചളിയാണ്, അതൊക്കെ വാഷിങ്ങിൽ പോവും. ഓഫ് വൈറ്റ് വേറെ ഒന്നുകൂടി ഉണ്ട് അല്ലേ, അതും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇതല്ലേ ഓഫ് വൈറ്റ്, 2ാമത്തെ ഓഫ് വൈറ്റ് കേട്ടോ. 2 എണ്ണം തന്നെ ഉള്ളൂ തോന്നുന്നു, 2 ഓഫ് വൈറ്റേ ഉള്ളൂ. ഇതാ
നിങ്ങൾ ഞാൻ പറഞ്ഞ മാതിരി ചെയ്യണേ, കമന്റ് നോക്കണേ. അതായത് നാളെ എത്രാം തീയതി? 31 അല്ലേ? ജനുവരി 31 നമ്മൾ ഈ വീഡിയോ റിലീസ് ചെയ്യുന്നത്. അപ്പൊ കുറെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ കമന്റിൽ നോക്കിയിട്ട് സ്റ്റോക്ക് ഔട്ട് ആയിക്കണോ അല്ലെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിച്ചാൽ മതി. ഓക്കെ, ഇതാ ഒരു ഗ്രീൻ വെറൈറ്റി പ്രിന്റ് ഒക്കെ ഒറ്റ പീസുള്ളൂ മക്കളെ. ആരാണ് ഭാഗ്യവാൻ എന്നുള്ളത് നമുക്ക് നാളെ അറിയാം. ഓ, ഒരു രക്ഷയില്ല മക്കളെ. ലാസ്റ്റ് പീസ് അല്ല, ലാസ്റ്റ് പീസ് അല്ല, വേറെ ഉണ്ട് കേട്ടോ. സോറി, ഇനിയുണ്ട്. പോലി പിന്നെ കാണുമ്പോൾ തന്നെ കമന്റിലേക്കൊക്കെ ഇട്ടോളിട്ടോ. പറ്റുന്ന ചങ്കാക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്തോളിയും പറ്റുന്ന പോലെ. ഇവിടെ സാധനമുണ്ട്. കഴിഞ്ഞിട്ടില്ല. പോലി കുത്തിറക്കി കുറച്ചേരം കൂടി. ഇതാ ഒരു 2-3 പീസും കൂടി, അതും കൂടി കണ്ടിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചാണ് പോവാം. ഇതാ അടുത്ത ബ്ലൂ. ഓ, ഒരു രക്ഷയില്ലാത്ത ബ്ലൂ. ഇതാ ലാസ്റ്റ് റെഡ് കേട്ടോ, ലാസ്റ്റത്തെ. അപ്പൊ ഇത്രയും നമ്മൾ 10-30 നമ്മൾ ഓപ്പൺ ആക്കി തോന്നുന്നുണ്ട് കേട്ടോ. ഇതിന് ഏതെങ്കിലും 2 സ്ക്രീൻഷോട്ട് അടിച്ചോളിയും. 2 അടിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും എന്തായാലും കിട്ടേണ്ടതാണ് കേട്ടോ, അഥവാ പോയാലും. ഓക്കെ, അപ്പൊ ഇത്രയും പീസ് മക്കളെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിന് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അടിക്കുക. സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്യുക കേട്ടോ. വാട്സപ്പ് ചെയ്തിട്ട് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ നിങ്ങൾ ക്യാഷ് ഇടുക, മറക്കരുത്. വേറെ എന്തെങ്കിലും പറയണ്ടോ? ഓക്കെ, ഞാൻ 2 വിന്നർമാരെ കാര്യം പറഞ്ഞിരുന്നു, അത് നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യണം. എൻ്റെ ഒരു മിസ്റ്റേക്ക് ആണ്, ആ 2 ആളൊന്ന് കോൺടാക്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.